ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉഴുന്നുവടയും ചട്നിയും. അതിനായിട്ട് ഞാനിതാ 1 കപ്പ് ഉഴുന്നെടുത്തിന് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്യുക. അതിലേക്ക് ഒരു ഹാൻഡ്ഫുൾ, ഒരു കൈപ്പിടി നിറച്ച് ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ നോക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഉള്ളി എടുത്തിന്, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം നല്ലോണം ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ബാറ്റർ നമ്മൾ ഉഴുന്നരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അന്നേരം ഭയങ്കര ലൂസായിപ്പോൾ നമുക്ക് ഉഴുന്നുവടേൻ്റെ ഷേപ്പ് കിട്ടൂല. അങ്ങനെ ബാറ്റർ റെഡി ആയതിനെ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനിതാ ഒരു പാനിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്ര സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്നുവട ഷേപ്പ് ചെയ്യൂലേ, അങ്ങനെ ഷേപ്പ് ചെയ്യുക. ഈ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ പച്ചവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്താൽ മതി, അപ്പോൾ ഉഴുന്നുവട പറ്റിപ്പിടിക്കൂല. ഇനി ഇത് ഒരു സൈഡായി കണ്ടാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും 5 മിനിറ്റ് ആയാൽ ഒന്നും കൂടി മറിച്ചിട്ട് നമുക്ക് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഉഴുന്നുവടൻ്റെ കോമ്പിനേഷനായ ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇതാ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിന്, അതിലേക്ക് 2 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, പിന്നെ 2 ചെറിയ ഉള്ളിയില്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് തേങ്ങ, ഞാനിപ്പോൾ 1/2 കപ്പ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങയും ബാക്കിയുള്ളതെല്ലാം ക്വാണ്ടിറ്റി കൂട്ടാം. പിന്നെ ഞാൻ തിക്നെസ്സിന് വേണ്ടിയിട്ട് 4 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അടുത്തതായിട്ട് ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിന്, ഒരു നുള്ള ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കല്ലുപ്പാന്ന് ഇട്ടിന്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. വിനീഗർ ഒഴിക്കുമ്പോൾ കൂടിപ്പോകാണ്ട് നോക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പില എന്നോട് ഫസ്റ്റ് ഇടാൻ മറന്നുപോയതാണ്, അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിച്ചാട് കറിവേപ്പില ഇട്ടിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് കുറേ നേരം അടുപ്പത്ത് വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ ഓഫാക്കുക. അങ്ങനെ നമ്മളെ ക്രിസ്പി ഉഴുന്നുവട റെഡിയായി. ഉഴുന്നുവടൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. പിന്നെ ചട്നി അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഈവനിങ് എല്ലാം ആകുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.